ഇന്ന് രാവിലെ തന്നെ നീച്ചാണ്ട് എഡിറ്റ് ചെയ്യാൻ സാധനങ്ങളൊക്കെ എഡിറ്റ് ആക്കി. പിന്നെ വേഗം പോയിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോഴാണ് എനിക്ക് മുടിയിട്ടാൻ ചെറിയൊരു സംഭവം മുടിയൊക്കെ വളർന്നോണ്ട് ഒരുമാതിരി പൊട്ടമാര പോലെ. പിന്നെ നേരെ ചങ്ങായിമാരും കൂടി ബാർബർ ഷോപ്പിൽ വന്നു. അവിടുത്തെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല, വെട്ടാൻ ഒരു മൂടില്ല. അപ്പൊ നോക്കിയപ്പോൾ ഈ ചങ്ങായി പെട്ടെന്ന് ഗൂഗിൾ പേ ഒക്കെ സെറ്റ് ആക്കി. ഇനിയിപ്പോ ഇതിൽ അവന്റെ ജാതക കൂടി കൊടുക്കാൻ ബാക്കിയുള്ളൂ. ഒരു ഗ്യാപ്പ് ഇട്ടിയപ്പോ നേരെ പോയി മുടിയിട്ടായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ വെട്ടണ്ടെന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയോ പോലെ മുടി പറ്റങ്ങടി ചെറുതാക്കാനുള്ള പ്ലാനില്ലേ. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇന്റെ മുഖത്ത് പുതിയ കുരിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡത്തെ പണി കഴിഞ്ഞു. പിന്നെ എല്ലാ സൈഡത്തിൽ പണി കഴിഞ്ഞാൽ നമ്മൾ നേരെ മുടി ഉണക്കി. സത്യം പറഞ്ഞ എപ്പോഴാണ് ഇത് തലേന്ന് സെറ്റപ്പ് ആയത്. ഇതിന്റെ പേരാണ് സുന്ദരൻ ആദിൽ കട്ട്. പിന്നെ നേരെ പേരേക്കെത്തി. ഇവിടെ ആരില്ലാത്തോണ്ട് ബെല്ലവിടെ ഒറ്റയ്ക്ക് റൂം കയറിയപ്പോൾ അവിടെ കുറെ പെട്ടി സാധനങ്ങളൊക്കെ. അടുത്ത് പോയപ്പോൾ അനിയൻ അവിടെ അൺബോക്സിംഗ് കഴിഞ്ഞ് പേര് എഴുതിച്ചു. പക്ഷെ പെട്ടിന്റെ പകുതി ഒന്നും തിന്നൊക്കെ. ആദ്യത്തെ ബോക്സ് തുറന്നപ്പോ അതിൽ നല്ല അടിപൊളി വാച്ച് ഉണ്ട്. ബെൻസിന്റെ സ്റ്റിയറിംഗ് വീലൊക്കെ ഇതിൽ കൊടുത്തിക്കണേ. പിന്നെ വേറൊരു കവറിൽ നമുക്ക് ചെറിയൊരു ഗ്ലാസ്. ഏതാ പെബനില്ലേ. അടുത്ത പെട്ടിയിൽ ഒരു സ്പീക്കറും മൈക്ക് ഉണ്ട്. ഇന്നിന്റെ കഴിവുകൾ എനിക്ക് പുറത്തെടുക്കാൻ പറ്റും. ലാസ്റ്റത്തെ ബോക്സിൽ നല്ലൊരു ഹെഡ്സെറ്റ്. ഇനി ഞങ്ങൾക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 4 സാധനങ്ങൾ ഞാൻ VR ഷോപ്പിൽ എന്ന് പറഞ്ഞ ഒരു പേജിൽ 849 രൂപയ്ക്ക് വാങ്ങിയാണ്. ഓലെ പേജിൽ 99 രൂപ മുതൽ വാച്ച്, 299 രൂപ മുതൽ എയർപോർട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ശനിയാഴ്ച ഇതേപോലത്തെ കോംബോ ഓഫർ ഒക്കെ ഓലെ പേജിൽ ഉണ്ടാവും. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. 2 ദിവസം കൊണ്ട് സാധനം കിട്ടും. പേജ് അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെല്ലനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചാൻ വേണ്ടി കുറെ നോക്കി. പിന്നെ രാത്രി ആയപ്പോ ബെല്ലൊക്കെ ഒരു ചാറ്റിംഗ് കൊണ്ട് നേരെ പെരീന്ന് ഇറങ്ങി. നിലമ്പൂരങ്ങാടിക്ക് വന്നപ്പോഴാണ് പെരും ബ്ലോക്ക്. സംഭവം നിലമ്പൂരിക്ക് നമ്മളെ നിവിൻപോളി വന്നിക്കണേ. പിന്നെ അവിടെ നേരെ സ്റ്റേജ് പ്രോഗ്രാമിന്റെ അങ്ങോട്ട് വന്നു. മച്ചാനാണ് ബ്ലാക്ക് ഷർട്ട് കെട്ടി എജാതി ലുക്ക്. അതിന്റെ ഇടയ്ക്ക് നമ്മളെ റിഹാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നേ. അപ്പൊ ശരി, എന്നാ ഫോളോ ചെയ്ത് അടുത്ത വീഡിയോയിലാണ്.